Question number 9. Show that each of the relation R in the set A is equal to set of all x element of set such that 0 less than or equal to x less than or equal to 12 given by first relation R is equal to set of all ordered pair AB such that modulus of A minus B is a multiple of 4. Second relation R which is equal to set of all ordered pair AB such that A is equal to B is an equivalence relation. Find the set of all elements related to 1 in each case. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ബിലോങ്സ് ടു സെറ്റ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. നമ്മുടെ ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എ ബി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് ഇക്വാലൻസ് റിലേഷനാണെന്ന് കാണിക്കണം. പിന്നെ വണ്ണിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ് അതും നമുക്ക് നോക്കണം. ഇത് ഫസ്റ്റ് തന്നെ ഇക്വാലൻസ് റിലേഷനാണെന്ന് കാണിക്കാം. ഇക്വാലൻസ് റിലേഷനാണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? റിഫ്ലെക്സീവ് ആണെന്ന് നോക്കണം, സിമ്മട്രിക് ആണെന്ന് കാണിക്കണം, പിന്നെ ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കണം. ഈ റിഫ്ലെക്സീവിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? ഇഫ് എ എന്ന് പറയുന്ന എലമെൻറ്റ് ആറിലുണ്ടായിരിക്കണം ഫോർ എവറി എ ബിലോങ്സ് ടു എക്ക്. അപ്പോൾ എ ബിലോങ്സ് ടു എ ബി എന്ന് പറയുന്ന എലമെൻറ്റ് ആറിലുണ്ടെങ്കിൽ മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് ആറിലുണ്ടെങ്കിൽ മോഡ് എ മൈനസ് എ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. അപ്പോൾ മോഡ് എ മൈനസ് എ എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു 0 ആണ്. 0 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണല്ലോ. 4 × 0 0 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 0 ആയ കാരണം കൊണ്ട് നമുക്ക് എ എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവായി. സിൻസ് മോഡ് എ മൈനസ് എ വിച്ച് ഇസ് ഈക്വൽ ടു 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എ element of R. Therefore, R is reflexive. നെക്സ്റ്റ് നോക്കേണ്ടത് ഏതാ? സിമ്മട്രിക് ആണോ നോക്കണം. സിമ്മട്രിക് ആണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആറിലുണ്ടെന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ ആറിൻ്റെ റിലേഷൻ അനുസരിച്ച് മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 4 മോഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നതും മോഡുലസ് ഓഫ് ബി മൈനസ് എ എന്ന് പറയുന്നതും സെയിം തന്നെയാണല്ലോ. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് കിട്ടും. അപ്പോൾ മോഡ് ബി മൈനസ് എ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? റിലേഷൻ അനുസരിച്ച് ബി എ എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് എഴുതാം. അതായത് എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ എന്ന് കിട്ടും. Therefore, R is symmetric. അപ്പോൾ സിമ്മട്രിക് ആണെന്ന് പ്രൂവ് ചെയ്തു. ഈ ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ എ ബി ബി സി ഈ രണ്ട് എലമെൻറ്റ്സ് ആറിലുണ്ടെങ്കിൽ എ സി എന്ന് പറയുന്ന എലമെൻറ്റും ആറിലുണ്ടായിരിക്കണം. അപ്പോൾ എ ബി ബി സി എന്ന് പറഞ്ഞ രണ്ട് എലമെൻറ്റ്സ് ആറിൽ ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ആറിൻ്റെ റിലേഷൻ അനുസരിച്ച് മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 4 ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ മോഡുലസ് ഓഫ് ബി മൈനസ് സി എന്ന് പറയുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 4. മോഡ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണല്ലോ. അപ്പോൾ ഈ മോഡുലസിൻ്റെ ഉള്ളിൽ മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്നാണ്. അപ്പോൾ അത് വേണമെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. ഇപ്പോൾ 8 വരാം, -8 വരാം. എന്ത് വന്നാലും 8ഉം -8ഉം ഒക്കെ 4ൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അതുപോലെ മോഡ് ബി മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ ബി മൈനസ് സി എന്ന് പറയുന്നതും മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയായിരിക്കും. which implies a minus b and b minus c എന്ന് പറയുന്നത് is a multiple of 4 ആണ്. നെഗറ്റീവ് വാല്യൂ ആയാലും പോസിറ്റീവ് വാല്യൂ ആയാലും ആ വാല്യൂ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ മൈനസ് ആയാലും പ്ലസ് ആയാലും കുഴപ്പമില്ല, അതും മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയായിരിക്കും. ഇനി രണ്ട് നമ്പേഴ്സ്, അതായത് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ അതും മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയായിരിക്കും. ഇപ്പോൾ 8 എടുക്കുകയാണ്, 12 എടുക്കുകയാണ്.
നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20 കിട്ടും. 20 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾസ് തന്നെയാണ്. ഈ ഒരു നമ്പർ മൈനസ് എടുത്ത് നോക്കി, -8 എടുക്കുക, 12 എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 കിട്ടും. 4 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ്. അപ്പോൾ 4ൻ്റെ 2 മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താൽ അതും മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാം. a മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് പറയുന്നതും ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ്. ഇതിൽ നിന്ന് മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ എ മൈനസ് സി എന്ന് പറഞ്ഞു കിട്ടും. എ മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. എ മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ അതിന് മോഡുലസ് വാല്യൂ മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കുമല്ലോ. നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ മോഡ് എ മൈനസ് സി എന്ന് പറയുന്നതും ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയായിരിക്കും. മൾട്ടിപ്പിൾ ഓഫ് 4. കാരണം ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുകയാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ആ വാല്യൂ എടുക്കുകയാണെങ്കിൽ അതും മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ്. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ആറിൻ്റെ റിലേഷൻ അനുസരിച്ച് എ സി എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ എ ബി ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് therefore ആർ ഈസ് ട്രാൻസിറ്റീവ്. നമ്മുടെ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്നൊരു ഇക്വാലൻസ് റിലേഷൻ ആണ് കിട്ടി. ആർ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. Hence, R is an equivalence relation. ഇനി ഇതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. 1നോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെൻസിൻ്റെ സെറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് എ മൈനസ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 ആയാൽ മതി. അപ്പോൾ 1നോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെൻസ് ആണ് നോക്കേണ്ടത്. 4ൻ്റെ മൾട്ടിപ്പിൾസ് വരാവുന്നത് 0, 4, 8, 12 വരെ എടുക്കുകയാണ്. അപ്പോൾ 1ഉം ഒരു നമ്പറും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒരു നമ്പർ കിട്ടണം. നമ്മൾ 1 തന്നെ എടുക്കുകയാണ്. 1 എടുക്കുകയാണെങ്കിൽ 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 ആണ്. 0 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ്. ഈ 1ൻ്റെ കൂടെ 2 എടുക്കുമ്പോൾ കിട്ടില്ല, 3 എടുക്കുമ്പോൾ കിട്ടില്ല, 4 എടുക്കുമ്പോൾ കിട്ടില്ല. 1 മൈനസ് 4 എന്ന് പറയുന്നത് 3 ആണ്. അത് മൾട്ടിപ്പിൾ ഓഫ് 4 അല്ല. 1ഉം 5 എടുക്കുകയാണെങ്കിൽ 1 മൈനസ് 5 എന്ന് പറയുന്നത് 4 ആണ്. അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ 1 5 വരും. അതുപോലെ 1 6 പറ്റില്ല, 1 7 പറ്റില്ല, 1 8 പറ്റില്ല, 1 9 ആണ് പിന്നെ പറ്റുന്നത്. കാരണം 8 ആണ് പിന്നെ വരുന്ന മൾട്ടിപ്പിൾ വരുന്നത്. അപ്പോൾ 1 9 വരും. 1 മൈനസ് 9 എന്ന് പറയുന്നത് 8 ആണ്. 8 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഇനി അത് കഴിഞ്ഞ് അടുത്തത് പിന്നെ വരുന്നത് 12 ആണ്. 12 വരണമെങ്കിൽ 1ൻ്റെ കൂടെ 13 എടുക്കാൻ പറ്റുള്ളൂ. 1 മൈനസ് 13 ആണ് നമുക്ക് 12 വരുന്നത്. പക്ഷെ നമ്മൾ 13 എന്ന് പറയുന്ന നമ്പർ തന്നേക്കുന്നത് സെറ്റിലില്ല. കാരണം എ ഡിഫൈൻ ചെയ്തേക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു സെഡ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് 0ക്കും 12നും ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് 1ന് ഇത്രയും നമ്പേഴ്സേ വരാൻ പറ്റുള്ളൂ. 1 1ഉം 1 5ഉം 1 9ഉം. ഇതാണ് നമ്മുടെ റിലേഷനായിട്ട് ഓർഡർ വൈസ് ആയിട്ട് എഴുതുമ്പോൾ. അപ്പോൾ നമ്മളത് സെറ്റായിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. therefore the set of elements related to 1 is 1 5 9. അതാണ് 1നോട് സെറ്റായിട്ട് എഴുതുമ്പോൾ 1ഉം 5ഉം 9 ആണ് 1നോട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ നെക്സ്റ്റ് റിലേഷൻ R is equal to set of all ordered pair A B such that A is equal to B. ഇത് നമുക്ക് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാം. ഇക്വാലൻസ് ആണെന്ന് കാണിക്കാനായിട്ട് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണെന്ന് കാണിച്ചാൽ മതി. ഇപ്പോൾ റിഫ്ലെക്സീവ് ആവാനുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം ഫോർ എവറി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇനി എ ബി എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ എ ഈക്വൽ ടു എ ആവണ്ടേ? എ ഈക്വൽ ടു എ ആവുമ്പോഴാണ് നമുക്ക് എ എന്ന് പറയുന്നത് നമ്മുടെ ഈ റിലേഷനിലുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എ ഈക്വൽ ടു എ ആണ്. അതായത് ഒരു നമ്പർ ഏത് നമ്പർ എടുത്താലും ആ നമ്പർ അതിനോട് തന്നെ ഈക്വൽ ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ട്രൂ ആണ്. സിൻസ് എ ഈക്വൽ ടു എ for every a belongs to A,
എ എലമെൻ്റ് ഓഫ് ആർ ആണ്. Therefore R is reflexive. ഏതൊരു എലമെൻറ്റ് ഏതൊരു നമ്പറിനും ആ നമ്പർ അതിനോട് തന്നെ ഈക്വൽ ആയ കാരണം കൊണ്ട് നമുക്ക് ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. ഇനി സെക്കൻഡ് സിമ്മട്രിക് ആണോ നോക്കണം. സിമ്മട്രിക്കിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? എ ബി എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം. അപ്പോൾ എ ബി എന്ന് പറയുന്നത് നമ്മൾ ആറിലുണ്ടെന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ റിലേഷൻ അനുസരിച്ച് എ ഈസ് ഈക്വൽ ടു ബി ആണ്. നമുക്ക് തിരിച്ചും പറയാലോ, ബി ഈസ് ഈക്വൽ ടു എ തന്നെയാണ്. അപ്പോൾ ബി ഈക്വൽ ടു എ ആകുമ്പോൾ റിലേഷൻ അനുസരിച്ച് ബി എ എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കും. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. അപ്പോൾ നമുക്ക് ആർ എന്ന് പറയുന്നത് സിമ്മട്രിക് ആണെന്നും കിട്ടി. ഇനി അടുത്തത് എന്താ? ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ ബി ബി സി രണ്ട് എലമെൻറ്റ്സ് ആണ് ആറിലത്തെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബി ബി സി ഉണ്ടെങ്കിൽ എ സി എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം. അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് ആറിലത്തെ എടുക്കുകയാണ്. എ ബിയും ബി സിയും ആറിലത്തെ രണ്ട് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ആർ എന്ന് പറഞ്ഞ റിലേഷൻ അനുസരിച്ച് എ ബി ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. ആൻഡ് ബി സി ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ ബി ഈസ് ഈക്വൽ ടു സി ആണ്. എ ബിയോട് ഈക്വൽ ആണ്, ബി സിയോട് ഈക്വൽ ആണ്. അപ്പോൾ എയും ബിയും സിയും ഈക്വൽ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? എ ഈസ് ഈക്വൽ ടു സി ആണെന്ന് കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു സി ആണെങ്കിൽ എ സി എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കും? ആറിലുണ്ടായിരിക്കും. അപ്പോൾ എ ബി ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. അപ്പോൾ അങ്ങനെ ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവായി. അപ്പോൾ ആറ് റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഈ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഒരു ഇക്വാലൻസ് റിലേഷനായി. ആർ ഈസ് റിഫ്ലെക്സീവ്, സിമ്മട്രിക് and transitive. Hence, R is an equivalence relation. ഇനി ഇതിലെന്താ കണ്ടുപിടിക്കാനുള്ളത്? വണ്ണിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് എന്താ? എ ഈക്വൽ ടു ബി ആണ്. അതായത് എ ബി എന്ന് പറയുന്ന എലമെൻറ്റ് റിലേഷനിലുണ്ടെങ്കിൽ എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ആ രണ്ട് എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കണം, എ ഈക്വൽ ടു ബി. അപ്പോൾ നമുക്ക് വണ്ണിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് ഈ റിലേഷൻ അനുസരിച്ച് ഏതാണെന്ന് പറയാൻ പറ്റുള്ളൂ? വണ്ണ് തന്നെയെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം വൺ ബിലോങ്സ് ടു ആർ, അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. വൺ ഈക്വൽ ടു വണ്ണ്, എ ഈക്വൽ ടു ബി ആയിരിക്കണം. അപ്പോൾ വണ്ണിനോട് ഈക്വൽ ആയിട്ടുള്ള എലമെൻറ്റ് ഏതാ? വണ്ണ് തന്നെ. ദ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് related to 1 is set 1. 1 മാത്രമാണ് വണ്ണിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചെയ്തതിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.